കുറച്ച് നാൾ മുമ്പോട്ട് പോയി. ഇനി ഫുഡ് കുറയ്ക്കുന്ന പരിപാടി ഇല്ലെന്ന് മനസ്സിൽ തീരുമാനിച്ചു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഇറങ്ങുന്നത്. സോ ആ സമയം നമ്മുടെ വിൻ ഡീസലിൻ്റെ ബോഡി കണ്ടപ്പോഴത്തേക്കിന് ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ആ രീതിയിലുള്ളൊരു ബോഡി ഉണ്ടാക്കാം. എന്നിട്ട് വിൻ ഡീസലിൻ്റെ ഡയറ്റ് ഞാൻ തപ്പിയെടുത്ത് അതുപോലെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഈ വിൻ ഡീസൽ എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടിണിയില്ല. പക്ഷേ കറക്റ്റ് ഒരു 1 വീക്കോളം ഞാൻ അദ്ദേഹത്തിൻ്റെ ഡയറ്റ് ഫോളോ ചെയ്തു. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ആ ഡയറ്റ് എനിക്ക് പറ്റാതായി. ഡയറിയ പിടിപെട്ട് ഞാനൊരു 2-3 ദിവസം കിടപ്പിലായി. അങ്ങനെ ആ ഡയറ്റ് ഞാൻ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു. അന്നു മുതൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി മേലാൽ ഞാൻ വേറൊരാളുടെ ഡയറ്റും വർക്കൗട്ടും അതുപോലെ ഫോളോ ചെയ്യുന്നില്ല. ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന എന്താണോ അത് മാത്രമേ ചെയ്യുമെന്ന്. എന്നാൽ ആ സമയമൊക്കെ നോളജബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സ് നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഒരു 10 പേരോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ 10 പേരും 10 തരത്തിലായിരിക്കും പറയുന്നത്. അങ്ങനെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് 2012-ലാണോ 13-ലാണോ എന്ന് കറക്റ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല, കേരളത്തിലെ തന്നെ ഏകദേശം ഫസ്റ്റ് ബാച്ചായിട്ടുള്ള ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് കോഴ്സിൽ അറ്റൻഡ് ചെയ്യുകയും ഒരു 6 മാസം കൊണ്ട് എനിക്ക് ആ സർട്ടിഫിക്കേഷൻ പാസ്സാകാനും സാധിച്ചു. ആളുകൾ